വയനാട് ഇടവകയിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയതിൽ നടപടി. കുട്ടിക്കുറി കോളനിയിലെ ട്രൈബൽ പ്രൊമോട്ടർ മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ടു. എം കമൽ വിവരങ്ങളുമായി ചേരുന്നു. കമൽ, ഈ ട്രൈബൽ പ്രൊമോട്ടർ താൽക്കാലിക തസ്തികയായിരുന്നു. ആ തസ്തികയിൽ നിന്നാണ് ഇപ്പോൾ ഈ മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ടത്? മോത്തി, അതായത് ഈ വിഷയമുണ്ടായ ദിവസം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മഹേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യാനുള്ള അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. സസ്പെൻഡ് ചെയ്യുകയല്ല, താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ആ ഉത്തരവ് തിരുത്തിയതാണ് ഇപ്പോഴത്തേത് എന്ന് പറയുന്നു. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആദിവാസി മേഖലയിൽ നിന്ന് തന്നെ, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ 1, 2, 3 കോളനികളിലെ കാര്യങ്ങൾ നോക്കാനായി നിയോഗിക്കപ്പെടുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഈ ഉത്തരവാദിത്തം മുഴുവൻ ഈ പ്രൊമോട്ടർക്കാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും നടപടിയില്ലാതെ ഈ പ്രൊമോട്ടറെ പിരിച്ചുവിടുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രൊമോട്ടർ കൃത്യമായി ഈ വിവരം, ഈ വയോധികം മരണമടഞ്ഞതും അത് സംസ്കരിക്കാൻ ആംബുലൻസ് ആവശ്യമുള്ളതുമായ വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഈ വകുപ്പ് നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും പ്രൊമോട്ടർമാരുടെ ഇടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രൊമോട്ടറെ ബലിയാടാക്കുന്നു എന്ന ഒരു ആരോപണമാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉന്നയിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. ട്രൈബൽ പ്രൊമോട്ടറായ താൽക്കാലിക ജീവനക്കാരൻ മഹേഷ് കുമാറിനെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത്. താൽക്കാലിക തസ്തിക ആയതുകൊണ്ട് തന്നെ അത് സസ്പെൻഷൻ സാധ്യമല്ല എന്നതിനാൽ ഉത്തരവ് പുതുക്കി പിരിച്ചുവിട്ടതായ ഒരു ഉത്തരവ് ഇറക്കുകയായിരുന്നു എന്നാണ് കമൽ പറയുന്നത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഇതേ വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് ഈ പ്രൊമോട്ടറായി നിയമിക്കുക. ആ പ്രൊമോട്ടറുടെ ജോലിയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടി മാത്രമാണ് എടുത്തിട്ടുള്ളത്.